ഗുഡ് ഈവനിംഗ് 24 ഹെഡ്ലൈൻസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഇതുവരെ വന്ന 24 വാർത്തകൾ അറിയാം വളരെ വേഗം അടുത്ത അരമണിക്കൂറിൽ. നിക്ഷേപകന്റെ ആത്മഹത്യയിൽ CPIM-നെ പ്രതിക്കൂട്ടിലാക്കി കട്ടപ്പന മുൻ ഏരിയ സെക്രട്ടറിയുടെ ശബ്ദരേഖ. നിക്ഷേപ തുക തിരിച്ചു ചോദിച്ച സാബുവിനെ ഭീഷണിപ്പെടുത്തിയത് CPIM നേതാവ് VR സജി. യൂട്രസുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഞാൻ അവിടെ പൈസ കഴിഞ്ഞിട്ട് അവിടുന്ന് ആ ബിനോയ് പിടിച്ച് വണ്ടിയെന്ന് വിളിച്ച് ഒറ്റ തള്ളും തള്ളി. എന്നിട്ട് എന്താ പറയാ, ഞാൻ ബിനോയ്ക്കിട്ട് തല്ലിയെന്നും പറഞ്ഞ് അവർ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാസത്തെ പൈസ നിങ്ങൾക്ക് പറഞ്ഞ പകുതി പൈസ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ പിടിച്ച് തള്ളി അയാളെ ഉപദ്രവിക്കേണ്ട കാര്യമാണ് നിങ്ങൾക്ക്. എന്റെ സഹാവേ വിഷയമൊന്നും മാറ്റണ്ട. നിങ്ങളെ നമ്മൾ തന്നിട്ട് വിടാതിരിക്കുന്നതാണ്. നിങ്ങൾ അടി മേടിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുക. എന്റെ പൊന്നു സഹായം എന്നെ വേണമെങ്കിൽ കൊന്നു. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. നിങ്ങൾക്ക് പണി അറിയത്തില്ല എന്നിട്ടാ. പണത്തിനായി സൊസൈറ്റിയിൽ പലതവണ കയറിയിറങ്ങിയെന്ന് സാബുവിന്റെ ഭാര്യ മേരിക്കുട്ടി. 10 മണിയാകുമ്പോൾ ചെല്ലുമ്പോഴത്തേക്കും ബിനോയ് എന്ന് പറഞ്ഞ പുള്ളിക്കാരൻ പോടാ പുല്ലെന്ന് പറഞ്ഞു. പൈസ ഒന്നും ഇപ്പോൾ ഉണ്ടാകില്ല, പോടാ പുല്ലെന്ന് പറഞ്ഞു. റെജി പറഞ്ഞെന്ന് പറഞ്ഞു, ഞാനാ സെക്രട്ടറി, ഞാനാ പൈസ നിങ്ങളോട് മേടിച്ചത്, എന്നോട് പറയാൻ പറഞ്ഞു. അങ്ങനെ ഒന്നും സാവു തള്ളിയില്ല, അവരിങ്ങോട്ട് തള്ളിയെന്നാ സാവു പറഞ്ഞത്. അത് കഴിഞ്ഞ് ഭയങ്കര വിഷമത്തിലായിരുന്നു ആള്. ഭയങ്കര വിഷമത്തിൽ എന്ന് പറഞ്ഞാൽ 3 മണിയാകുമ്പോഴത്തേനും ഇവർ ഇട്ട് തന്നേക്കാന്ന് പറഞ്ഞു പൈസ കുറച്ച്. ഓപ്പറേഷന്റെ കേസാണ്. സാവു ഭയങ്കരമായിട്ട് നിരാശയിലാണ്. പൈസ എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് സാവു പിന്നെ 3 മണിയായപ്പോഴത്തേനും വിളിച്ചു. 3 മണിയായപ്പോൾ വിളിച്ചപ്പോഴത്തേനും വേറൊരാളെ ഫോൺ എടുത്തത്. ആ പുള്ളി സാവുവിനോട് പറഞ്ഞു, ഇപ്പം ഞാൻ ഒരാളുടെ കൊടുക്കാന്ന് പറഞ്ഞു. അതായത് VR സജിയുടെയിലാണ് കൊടുത്തത്. അപ്പോഴാണ് ആ ഭീഷണി സന്ദേശം വന്നത്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന ആവശ്യത്തിന് പിന്നാലെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുത്ത് പോലീസ്. ഇപ്പോൾ ഭാര്യയുടെ മാത്രമേ എടുത്തിട്ടുള്ളൂ. കുട്ടിയുടെ മക്കളുടെ ബന്ധുക്കളുടെയൊക്കെ ഇന്നും നാളെയായിട്ട് എടുക്കും. അവരുടെ എടുക്കും. അവരുടെയും സമയം അനുസരിച്ച് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരുടെയും മൊഴിയെടുക്കും. അതെ. അല്ല, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് കൂടുതൽ അന്വേഷണം നടത്തി ഇവർ പറയുന്ന ബാങ്കിൽ ഇട്ടിരുന്ന പണവും മറ്റ് സാമ്പത്തിക ഇടപാടുകളെല്ലാം അന്വേഷണം നടത്തിയതിനു ശേഷം CCTV ദൃശ്യങ്ങളും എല്ലാം ശേഖരിച്ചതിന് ശേഷം കൃത്യമായ നടപടികൾ എടുക്കും. ആവശ്യമുണ്ട് കേസെടുക്കും. CCTV ഫുട്ടേജ് നോക്കുന്നുണ്ട്. ഇന്നലെ നോക്കിയിരുന്നു. തുടർന്ന് ഇന്നും തൊട്ടടുത്ത കടകളിൽ നോക്കാനായിട്ട് പോലീസ് പാർട്ടി അയച്ചിട്ടുണ്ട്. നോക്കിയിരുന്നു. കേസിന്റെ മുന്നോട്ടുള്ള ഇതായതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. VR സജിയെ ന്യായീകരിച്ച് CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിനകത്ത് നീതിപൂർവ്വം നിലപാടെടുത്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി ഏരിയ സെക്രട്ടറിയെ സാബു അങ്ങോട്ടാണ് വിളിച്ചത്. വിഷയം അന്വേഷിക്കാൻ ഇടപെടാമെന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു വാക്ക്, ഏതായാലും സാബു കാണിച്ചിട്ടുള്ള പടി ഓഫീസിൽ കയറി ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടി നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോകുമ്പോൾ ഇത്തരം ഒരു സീൻ ഉണ്ടാക്കണമെന്ന് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നതിന്റെ സന്ദർഭത്തിൽ ഒരു വാക്ക് അടർത്തിയെടുത്ത് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് CPM-നെ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ കാര്യത്തിൽ ശിവരാമന്റെ നിലപാട് ശിവരാമൻ എടുക്കട്ടെ. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ അതിനകത്ത് മുൻപും പിൻപും ഇല്ലാതെ ഒരു വാക്കിനെ മാത്രം എടുത്തുകൊണ്ട് CPM വിരുദ്ധതയുടെ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് അതിനെ ആ രൂപത്തിൽ നമ്മൾ നേരിടും. വസ്തുതാപരമായ നിലപാടുകൾ അന്വേഷിക്കും. ഈ കാര്യം നിലപാട് സ്വീകരിക്കും. രമേശ് ചെന്നിത്തലയെ NSS വേദിയിലേക്ക് ക്ഷണിച്ചത് നല്ല കാര്യമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൂടിക്കാഴ്ചയെ പോസിറ്റീവായി കാണുന്നു. കോൺഗ്രസിനുള്ള അംഗീകാരമെന്നും പ്രതികരണം. സംഘപരിവാറിന് അകറ്റി നിർത്തുന്നതിൽ NSS-ന് വലിയ പങ്കുണ്ടെന്ന് പ്രശംസ. NSS രമേശ് ചെന്നിത്തലയെ വിളിച്ചു, നല്ല കാര്യമല്ലേ? ഓരോ സംഘടനകൾ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമല്ലേ? ഞങ്ങളെ മാറ്റി നിർത്തുന്നില്ല. ഞങ്ങൾ അവിഭാജ്യ ഘടകമാണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടല്ലേ. പക്ഷെ ഇത് ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇന്ത്യയിലെ ഒരുപാട് ഹൈന്ദവ സംഘടനകളെ സംഘപരിവാർ വിഴുങ്ങിയപ്പോൾ അതിൻ്റെ അകത്തേക്ക് സംഘപരിവാറിനെ കയറ്റാതെ ധീരമായ തീരുമാനമെടുത്തൊരു ലീഡർഷിപ്പാണ് NSS-നുള്ളത്. തനിക്കെതിരായ വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം പരിശോധിക്കും. തെറ്റുണ്ടെങ്കിൽ തിരുത്തുമെന്നും വിമർശനത്തിന് അതീതനല്ലെന്നും VD സതീശൻ. ചിലപ്പോൾ നമ്മുടെ ഭാഗത്ത് തെറ്റുകളൊക്കെ ഉണ്ടായി കാണും. തെറ്റുകൾ എല്ലാം മനുഷ്യ സഹജമല്ലേ. തെറ്റുകൾ നമ്മളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് പോസിറ്റീവായിട്ട് എടുത്താൽ മതി. VD സതീശന്റെ വാക്ക് ശരിയല്ല എന്ന് പറയുമ്പോഴേക്കും ഞാൻ വെള്ളാപ്പള്ളിയുടെ മെക്കിട്ട് കയറണം എന്തിനാ? അദ്ദേഹം എത്ര സീനിയർ ആയിട്ടുള്ള എത്ര പ്രായമുള്ള ഒരാളാണ് അദ്ദേഹം. ഞാനുമായിട്ട് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്.
ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അദ്ദേഹം പറയാണ് സതീശന്റെ നാക്ക് ശരിയല്ല എന്ന് പറഞ്ഞാൽ ഞാനല്ല പരിശോധിക്കേണ്ടത്. എന്നെ വിമർശിക്കാൻ പാടില്ല, ഞാൻ വിമർശനത്തിന് അതീതനാണ് എന്ന് പറയാൻ പാടില്ല. ഞാൻ വിമർശിക്കുന്നതല്ലേ. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ഊർജിതമാക്കിയതോടെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി MS സൊല്യൂഷൻ CEO. അപേക്ഷ സമർപ്പിച്ചത് കോഴിക്കോട് ജില്ലാ കോടതിയിൽ. മുഹമ്മദ് ഷുഹൈബ് ഒളിവില്ലെന്ന് സൂചന. സ്ഥാപനത്തിൽ നിന്ന് അന്വേഷണ സംഘം പിടിച്ചെടുത്ത ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്കയക്കും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസ കരട് പട്ടികയിലെ അപാകതകൾക്കെതിരെ വൻ പ്രതിഷേധം. ഇത് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥന്മാർ വരാതെ ഇവിടുന്ന് പോകില്ല. ഉദ്യോഗസ്ഥന്മാർ വരാതെ ഇവിടുന്ന് ഞങ്ങൾ പോകില്ല. ഇത് വിട്ടുപെട്ടു ഇല്ല. ഞങ്ങൾ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ വരാതെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നില്ല. പൂർണ്ണമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഡബിൾ എൻട്രി മാത്രമല്ല, അർഹതല്ലാത്ത ആൾ കയറിയിട്ട് അർഹതല്ല ആളുകൾക്ക് ലിസ്റ്റില്ല. അത്ര 10 മീറ്റർ പൊട്ടിയിട്ട് 10 മീറ്റർ പോലും അവസാനിപ്പിക്കുക. LSGD ജോയിന്റ് ഡയറക്ടറെ ഉപരോധിച്ച് ദുരന്ത ബാധിതർ. ജില്ലാ കളക്ടറോ സബ് കളക്ടറോ എത്താതെ പിരിഞ്ഞു പോകില്ലെന്ന് പ്രതിഷേധക്കാർ അറിയിച്ചു. മുണ്ടക്കയിൽ മാത്രം 70-ലേറെ പേരുകളിൽ ഇരട്ടിപ്പ്. അപാകതകൾ പരിഹരിച്ച് അന്തിമ പട്ടിക തയ്യാറാക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ. ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. കാരണം ഇത്രയും ദിവസം എടുത്തിട്ട് ഇപ്പോൾ ഈ ജിയോ ഇറങ്ങിയിട്ട് 20 ദിവസം കഴിഞ്ഞു. പക്ഷേ ദുരന്തം നടന്നിട്ട് അഞ്ചാമത്തെ മാസം അത്. ഇത്രയും സമയം എടുത്തിട്ട് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയത് വ്യാപക പ്രതിഷേധം ഉണ്ടാക്കുന്ന ലിസ്റ്റാണ്. കാരണം ഇരട്ടിപ്പ് നിറയുണ്ട്. ഇപ്പോൾ ഇവർ പറയുന്ന മാനദണ്ഡം ഫുൾ പോയ വീടുകളുടെ ആണ് 1ാം ഘട്ടം ഫേസ് 1 പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് പോകാത്ത വീടുകൾ ഇതിൽ കയറിയിട്ടുണ്ട്. കുഞ്ചിരിമട്ടം ഒരിക്കലും വാസയോഗ്യമല്ല എന്ന് മത്തായി കമ്മിറ്റി റിപ്പോർട്ടിൽ മത്തായി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തുള്ള മുഴുവൻ വീടുകൾ ഇതിൽ വന്നിട്ടുമില്ല. പല ഭാഗങ്ങളിലും വന്നില്ല. സ്കൂൾ റോട്ടിൽ വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് വ്യാപക പ്രതിഷേധമുണ്ട്. ഇന്ന് ഞങ്ങൾ പഞ്ചായത്തിൽ പ്രതിഷേധം അറിയിക്കാൻ പോവുകയാണ്. ജോയിൻറ്റ് ഡയറക്ടർ പഞ്ചായത്തിൽ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഞങ്ങൾ നേരിട്ട് പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. ലിസ്റ്റ് പൂർണ്ണമല്ല. ഈ ലിസ്റ്റ് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു ലിസ്റ്റാണ്. MT വാസുദേവൻ നായരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ മെഡിക്കൽ സംഘം. MTയെ ആശുപത്രിയിലെത്തിക്കണ്ട് രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലുള്ളവർ. അതിജീവനത്തിന്റെ എഴുത്തുകാരനാണ് MT എന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ. ഇങ്ങനെ മാറിയും മറിഞ്ഞും വരുന്നുണ്ട്. ഇപ്പം ബെറ്റർ സൈനാണ്. ഇന്നലത്തെക്കാളും കുറച്ചുകൂടെ ബെറ്റർ സൈനാണ് ഇന്ന് കാണുന്നത്. അതും ഒരു അത്ഭുതം പോലെയാണ് പറഞ്ഞു. ഇന്നലെ കുറച്ച് മോശമായിരുന്നു, ഇന്ന് കുറച്ച് ബെറ്ററായിട്ട്, വളരെ അത്ഭുതകരമായിട്ട് ബെറ്ററായിട്ട് തോന്നുന്നു. മെഡിക്കൽ ബുള്ളറ്റിൻ വന്നപ്പോൾ ഒരു നേർത്ത പ്രതീക്ഷയാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. ഡോക്ടർമാർക്കും ഉണ്ട്. മരുന്നുകളോട് നേരിയ തോതിൽ പ്രതികരിക്കുന്നുണ്ട്. തീർച്ചയായും അതിനെ വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാം. പ്രാർത്ഥനയോടെ കേരളം. വിദ്യാർത്ഥിക്ക് പാമ്പുകടിയേറ്റ തിരുവനന്തപുരം ചെങ്കൽ UP സ്കൂളിൽ വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകളുടെ പരിശോധനാ സമയത്തും സ്കൂളും പരിസരവും കാട് മൂടിയ നിലയിൽ. ക്ലാസ് മുറികൾക്കും ശുചിമുറികൾക്കും വേണ്ടത്ര സുരക്ഷിതത്വം ഇല്ലെന്നും കണ്ടെത്തൽ. സംഭവത്തിൽ റിപ്പോർട്ട് തേടി വിദ്യാഭ്യാസ മന്ത്രി. നിർദ്ദേശം നൽകിയത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനിടെ മാധ്യമങ്ങൾക്കെതിരെ NN കൃഷ്ണദാസ് നടത്തിയ പരാമർശങ്ങൾ തിരിച്ചടിയായെന്ന് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ്. പെട്ടി വിവാദത്തിലെ പ്രതികരണവും ദോഷം ചെയ്തുവെന്ന വിലയിരുത്തൽ. PK ശശിയെ പാലക്കാട്ടെ CITUവിന്റെയും ചുമട്ടുതൊഴിലാളി യൂണിയന്റെയും ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കി. CPM തിരുവനന്തപുരം വയനാട് ജില്ലാ സമ്മേളനങ്ങളുടെ ഭാഗമായ പ്രതിനിധി സമ്മേളനങ്ങൾക്ക് തുടക്കം. തൃശൂർ പൂരം കലക്കൽ വിവാദത്തിൽ കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് പോലീസ്. സുരേഷ് ഗോപിയുടെ ആംബുലൻസ് യാത്രയിൽ PR ഏജൻസി CEO മൊഴിയെടുത്തു. പ്രചാരണ ചുമതല ഉണ്ടായിരുന്ന വരാഹി അനലിറ്റിക്സ് CEO മൊഴിയെടുക്കുന്നത് തൃശൂർ ഈസ്റ്റ് പോലീസ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി കുവൈറ്റിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കുവൈറ്റ് അമീറുമായും ഭരണ നേതൃത്വവുമായും മോദി കൂടിക്കാഴ്ച നടത്തും. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത് 43 വർഷത്തിന് ശേഷം ഇതാദ്യമായി. ഇരു രാജ്യങ്ങളും നിർണായക കരാറുകളിൽ ഒപ്പുവയ്ക്കും.
കാഞ്ഞിരപ്പള്ളിയിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് സഹോദരനെയും മാതൃ സഹോദരനെയും വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ഇരട്ട ജീവപര്യന്തം. ജോർജ് കുര്യൻ 20 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. ഇരകളുടെ കുടുംബങ്ങൾക്ക് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും കോടതി. പ്രധാന സാക്ഷികളടക്കം കൂറുമാറിയ കേസിൽ നിർണായകമായത് ബാലിസ്റ്റിക് റിപ്പോർട്ട് അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ. 2022 മാർച്ചിൽ നടന്ന കൊലക്കേസിൽ വിധി പറഞ്ഞത് കോട്ടയം സെഷൻസ് കോടതി. സംസ്ഥാനത്ത് വാഹനാപകടത്തിൽ ഇന്ന് 5 ജീവനുകൾ പൊലിഞ്ഞു. പാലക്കാട് പുതുപ്പരിയാരത്ത് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് 2 മരണം. കണ്ണൂർ പിലാത്തറയിൽ പിക്കപ്പ് വാനും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. പത്തനംതിട്ട കുരമ്പാലയിൽ KSRTC ബസ്സിൽ ബൈക്കിടിച്ച് യുവാവ് മരിച്ചു. മുളന്തുരുത്തിയിൽ കാറിനെ മറികടക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ കമ്പി കഴുത്തിൽ തുഴച്ചുകയറി യുവാവ് മരിച്ചു. കൊല്ലം മൈലാപ്പൂരിൽ നിർത്തിയിട്ടിരുന്ന ടിപ്പർ ലോറിയുടെ പിന്നിൽ ബൈക്ക് ഇടിച്ചുകയറിയ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. മൈലാപ്പൂർ KMHSലെ +1 വിദ്യാർത്ഥി ഫൈസൽ മരിച്ചത് ഇന്നലെ. അപകടത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു. വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്ക് അമിത വേഗത്തിലായിരുന്നുവെന്ന് പ്രാഥമിക നിഗമനം. വാഹനമോടിച്ച വിദ്യാർത്ഥിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല എന്നും കണ്ടെത്തൽ. ബംഗളൂരു നെലമംഗലയിൽ കാറിന് മുകളിലേക്ക് കണ്ടെയ്നർ ലോറി മറിഞ്ഞ് 6 പേർക്ക് ദാരുണാന്ത്യം. മരിച്ചവരിൽ 2 കുട്ടികളും. അപകടത്തിൽപ്പെട്ടത് ക്രിസ്മസ് അവധി ആഘോഷിക്കാൻ വിജയപുരയിലേക്ക് പോയ കുടുംബം. കർണാടക മദ്ദൂരിൽ വനിതാ തൊഴിലാളികളുമായി പോയ ബസ് ലോറിയിലേക്ക് ഇടിച്ചുകയറിയ അപകടം. 25 സ്ത്രീകൾക്ക് പരിക്കേറ്റു. 4 പേരുടെ നില ഗുരുതരം. എറണാകുളം കോതമംഗലത്ത് രണ്ടാനമ്മ കൊലപ്പെടുത്തിയ 6 വയസ്സുകാരുടെ മൃതദേഹം സംസ്കരിച്ചു. ഖബറടക്കം കോതമംഗലത്ത് നെല്ലിക്കുന്നത്ത് ജുമാ മസ്ജിദിൽ. മയ്യത്ത് നിസ്കാരത്തിനെത്തിയത് നിരവധി ആളുകൾ. രണ്ടാനമ്മ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് അജാസ് ഖാന്റെ ആദ്യ ഭാര്യയിലെ മകളായ മുസ്കാനെ ഒഴിവാക്കാൻ. കളമശ്ശേരി തെരുവുനായ ആക്രമണത്തിൽ പ്രതിഷേധവുമായി നാട്ടുകാർ. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും മുഖം തിരിച്ചെന്ന് പരാതി. നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നഗരസഭയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കാൻ തീരുമാനം. കഴിഞ്ഞ ഒരാഴ്ചയായി പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷം. ചങ്ങമ്പുഴ നഗർ, ആൽഫ നഗർ എന്നിവിടങ്ങളിലായി തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റത് 8 പേർക്ക്. ശബരിമലയിൽ മണ്ഡലപൂജ ദിവസം സ്പോട്ട് ബുക്കിംഗ് ഒഴിവാക്കില്ലെന്ന് ദേവസ്വം ബോർഡ്. 5000 ആക്കി പരിമിതപ്പെടുത്തും. മണ്ഡലപൂജയ്ക്കും മകരവിളക്കിനും തീർത്ഥാടകർക്ക് നിയന്ത്രണം. മകരവിളക്ക് ദിവസം സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കില്ല. 12, 13, 14 തീയതികളിൽ വെർച്വൽ ക്യൂ പരിമിതപ്പെടുത്തും. മണ്ഡലകാലത്തെ അധിക തിരക്ക് നിയന്ത്രിക്കാൻ പുതിയ ബാച്ച് പോലീസ് സംഘം ചുമതലയേറ്റു. പോലീസും ദേവസ്വം ബോർഡും നന്നായി പ്രവർത്തിച്ചുവെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഹെഡ്ലൈൻസ് പൂർത്തിയാവുന്നു.